എന്ത് വില കൊടുത്തിട്ടും പിണറായി വിജയനെ തോൽപ്പിക്കണം, BJP ജയിപ്പിക്കുകയും വേണം. സജീവൻ അന്തിക്കാട് എന്ന സിനിമാ ഡയറക്ടർ പറഞ്ഞ കാര്യമാണ്. സജീവൻ അന്തിക്കാടിനെ നിങ്ങൾക്ക് അധികം അറിയില്ലായിരിക്കും. അദ്ദേഹമാണ് ടൊവിനോ തോമസിനെ മലയാള സിനിമയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം ഇന്നലെ ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്, അത് ഞാനൊന്ന് വായിക്കാം. 10 വർഷം ഭരിച്ച ഈ ഗവൺമെന്റ് എത്രയും വേഗം സ്റ്റാൻഡ് വിട്ടു പോകണം എന്ന് മുമ്പ് നടന്ന 3 ടൈപ്പ് ഇലക്ഷനുകളുടെയും ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും ചില സാംസ്കാരിക പ്രവർത്തകർ പറയുന്നത് BJP മാത്രം തോൽപ്പിക്കണം എന്നാണ്. ഇത് UP ആണല്ലോ, ഇത് രാജസ്ഥാൻ ആണല്ലോ, ഇത് മധ്യപ്രദേശ് ആണല്ലോ BJP മാത്രം തോൽപ്പിക്കാൻ. എന്റെ സുഹൃത്തുക്കളെ, ഇവിടെ തോൽപ്പിക്കേണ്ട CPM-നെയാണ്. ഒരു ഏകാധിപതിയെ പോലെ നാട്ടുകാരെ പേടിപ്പിച്ച് ഭരിക്കുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് നമ്മൾ തോൽപ്പിക്കേണ്ടത്. എന്നാൽ പിണറായിയെ തോൽപ്പിക്കണമെന്ന് അവർ പറയില്ല. അവരുടെ സംഘടനയുടെ പേര് വേക്കപ്പ് കേരളം എന്നാണ്. കേരളം ഉണരണം, അവർക്ക് വെളുക്കാത്ത നേരം കേരളത്തിന് വെളുക്കണം എന്നാണ് വേക്കപ്പ് കേരളം എന്നതിനർത്ഥം. എന്താണ് അവർക്ക് ഈ CPM-നോട് ഇത്ര വലിയ സോഫ്റ്റ്നെസ്? UP-യിൽ മനുഷ്യരെ പോലീസ് ലോക്കപ്പിലിട്ട് തല്ലിക്കൊല്ലുമ്പോൾ ഭയങ്കര പീഡനം, ഇവിടെ പോലീസ് തല്ലിക്കൊന്നാൽ തീവ്രത കുറവ്. ഇതാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ബാലനും ശ്രീമതിക്കും പഠിക്കുകയാണോ? UP-യിലെ പോലീസ് കുട്ടികളെ ലോക്കപ്പിലിട്ട് തല്ലി പേടിപ്പിച്ച് ആത്മഹത്യ ചെയ്യിച്ചാൽ അത് വലിയ മനുഷ്യാവകാശ ലംഘനം. ഇവിടെ വാടാനപ്പള്ളിയിൽ വിനായകനെ അത് ചെയ്താൽ തീവ്രത കുറഞ്ഞ ലംഘനം. ഇതാണോ നിങ്ങൾ പറയുന്നത്? UP-യിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ എൻകൗണ്ടർ ചെയ്താൽ മനുഷ്യാവകാശ ലംഘനം, ഇവിടെ നിലമ്പൂർ കാട്ടിൽ അത് ചെയ്താൽ തീവ്രത കുറഞ്ഞ ലംഘനം. അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? UP-യിൽ രാഷ്ട്രീയ ശത്രുക്കളെ കള്ളക്കേസിൽപ്പെടുത്തി ജയിലിൽ അടച്ചാൽ ഭയങ്കര കുറ്റം, ഇവിടെ KM ഷാജഹാനെതിരെ അത് ചെയ്താൽ തീവ്രത കുറഞ്ഞ കുറ്റം. വാസ്തവത്തിൽ UP-യിൽ BJP ചെയ്യാത്ത പല കുറ്റകൃത്യങ്ങളും ഇവിടെ CPM-കാർ ചെയ്യുന്നുണ്ട്. പാർട്ടി വിട്ടു എന്ന കാരണത്താൽ TP ചന്ദ്രശേഖരൻ എന്ന പഴയ സഖാവിനെ പച്ചയ്ക്ക് 51 വെട്ടിക്കൊന്നത് UP-യിൽ അല്ല. രക്തസാക്ഷികളുടെ പേരിൽ ഫണ്ട് വിരിച്ച് വെട്ടിച്ച് തിന്നത്, എന്നിട്ട് ആ കള്ളനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്, ഇതൊന്നും UP-യിലല്ല. ഫസൽ എന്ന പഴയ സഖാവിനെ തല്ലിക്കൊന്ന അദ്ദേഹത്തിന്റെ ചോര പുരണ്ട ഷർട്ട് എടുത്ത് RSS-കാരന്റെ വീട്ടിൽ ഉമ്മറത്ത് കൊണ്ടിട്ട് വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് CPM-കാർ തന്നെയാണ്. അത് കേരളത്തിലാണ്, അത് UP-യിലല്ല. നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? അതോ നിങ്ങൾ ഒളിച്ച് കളിക്കുകയാണോ? നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ പാർട്ടി ഭക്തി കൊണ്ട് മതിമറന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഭയം കൊണ്ട് ചുരുണ്ട് കൂടിയിരിക്കുന്നു. കേരളത്തെ 10 വർഷമായി പിടികൂടിയിരിക്കുന്ന ഭയമാണിത്. ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു പണ്ഡിതനായ സുഹൃത്ത് ഫേസ്ബുക്കിൽ ഒരു ലേഖനം എഴുതി. എന്താണ് രാഷ്ട്രം, എന്താണ് അരാഷ്ട്രീയം എന്നൊക്കെ താത്വികമായി വിശദീകരിക്കുന്ന പോസ്റ്റ്. പുള്ളി പറയുന്ന രാഷ്ട്രീയമില്ലാത്ത ആളുകളില്ല. നമ്മൾ പറയുന്ന പല അഭിപ്രായങ്ങളും രാഷ്ട്രീയമാണ്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകുന്നതോ കൊടി പിടിക്കുന്നതോ മുദ്രാവാക്യം വിളിക്കുന്നതോ മാത്രമാണ് രാഷ്ട്രീയമെന്നാണ്. എന്നാൽ അതല്ല. രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനുഷ്യർ കൂട്ടമായി ഇരുന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയാണ് രാഷ്ട്രീയം. ഈ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അഭിപ്രായമുണ്ടാകും. ഉദാഹരണം, ഒരു കൂട്ടത്തിലെ ഒരാൾ പറയുകയാണ്, ഇതൊരു പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം നഷ്ടത്തിലാണ്, അതിനാൽ എല്ലാം സ്വകാര്യവൽക്കരിക്കണമെന്ന്. ആ അഭിപ്രായം രാഷ്ട്രീയമാണ്. അതാണ് വലത് രാഷ്ട്രീയം. അപ്പോൾ നിങ്ങൾ പറയുന്നു അത് ശരിയല്ല, പൊതുമേഖലയെ നശിപ്പിക്കുന്നത് ശരിയല്ല എന്ന്. അങ്ങനെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, അത് ഇടതുപക്ഷമാണ്. ഇതൊരു ഉദാഹരണം മാത്രം. ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഇതുപോലെ അഭിപ്രായം പറയേണ്ടി വരും. അതുകൊണ്ട് എല്ലാവർക്കും 365 ദിവസവും രാഷ്ട്രീയമുണ്ട് എന്നാണ് പണ്ഡിതൻ പറഞ്ഞത്. അതായത് രാഷ്ട്രീയ അഭിപ്രായം ഇല്ലാത്തവർ രാജ്യത്തില്ല എന്നാണ് പുള്ളി തെളിയിച്ചത്. പക്ഷേ ആ പണ്ഡിതൻ 10 വർഷമായി ഈ മുഖ്യമന്ത്രിയുടെ നയങ്ങൾക്കെതിരെ ഒരു വരി എഴുതിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പുള്ളി മാത്രമല്ല, വലിയൊരു വിഭാഗം ബുദ്ധിജീവികളും പിണറായി വിജയനെതിരെ ഒരു വരി പോലും എഴുതാറില്ല. ഞാൻ അവരുടെ പേരുകൾ പറയുന്നില്ല. ഈ പിണറായി വിജയൻ ഒരിക്കലും തെറ്റുപറ്റില്ല. പുള്ളി തെറ്റാവരം കിട്ടിയ ആളാണോ? വിമർശിക്കാൻ മാത്രം ഒന്നുമില്ല, അതുകൊണ്ടാണോ? ജവഹർലാൽ നെഹ്റു 12 കൊല്ലം തുടർച്ചയായി ഭരിച്ച ആളാണ്. അദ്ദേഹം ഏറ്റവും മികച്ച ജനാധിപത്യവാദിയായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തെ എടുത്തിട്ട് അലക്കുകയായിരുന്നു അന്നത്തെ ബുദ്ധിജീവികൾ. നോബൽ സമ്മാന ജേതാവായിരുന്ന ഡോക്ടർ CV രാമൻ നെഹ്റുവിനെ പറ്റി പറഞ്ഞത് നെഹ്റുവിന്റെ പരീക്ഷണശാലകൾ ശാസ്ത്രത്തിന്റെ സെമിത്തേരികളാണ് എന്നായിരുന്നു. ആരെ പറ്റിയാണ് പറയുന്നത്? ഒരു പട്ടിണി രാജ്യമായിരുന്ന ഇന്ത്യയെ ആ പട്ടിണി പരിഗണിക്കാതെ ശാസ്ത്ര സാങ്കേതിക രാഷ്ട്രമാക്കാൻ വേണ്ടി പരിശ്രമിച്ചിരുന്ന വ്യക്തിയെ. എന്താ ഡോക്ടർ CV രാമൻ വിമർശിക്കാൻ കാരണം? വിമർശിക്കാൻ ഭയമില്ല. ഒരു മൈദ സഖാവും വന്ന് തെറി വിളിക്കില്ല. ലോക പ്രശസ്ത ചരിത്രകാരനായിരുന്ന കോസാംബി നെഹ്റുവിന് വല്ല സ്വൈര്യവും കൊടുത്തിട്ടുണ്ടോ? നെഹ്റുവിന്റെ ടെക്നോളജി വെറും കോപ്പി പേസ്റ്റ് ആണ് എന്നല്ലേ പുള്ളി പറഞ്ഞത്? തനതായ ടെക്നോളജി അടിത്തട്ടിൽ നിന്നാണ് വളർന്നു വരേണ്ടത് എന്നാണ് കോസാംബി പറഞ്ഞത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഭയമില്ല, വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഒരു മൈദ സഖാവും വന്ന് തെറി വിളിക്കില്ല. ആർട്ടിസ്റ്റ് ശങ്കർ, പുള്ളിയുടെ ഡെയിലി പണി നെഹ്റുവിനെ കളിയാക്കി കാർട്ടൂൺ വരക്കലായിരുന്നു. എന്താ അങ്ങനെ ചെയ്തത്? ഭയമില്ല, ഒരു മൈദ സഖാവും വന്ന് തെറി വിളിക്കില്ല എന്ന് മാത്രമല്ല, നെഹ്റു ശങ്കറിനോട് പറഞ്ഞത് ഡോണ്ട് സ്പെയർ മീ
ശങ്കർ എന്നാണ്. എന്നെ വെറുതെ വിടരുത് ശങ്കർ, അതായത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം. എന്താ ശങ്കർ ഇങ്ങനെ വിമർശിക്കാൻ കാരണം? ഭയമില്ല, ആരെയും ഭയപ്പെടുത്തുന്ന നേതാവായിരുന്നില്ല നെഹ്റു. എന്തിന്? നമ്മുടെ OMV വിജയൻ, പുള്ളി നെഹ്റുവിനെ എത്രയോ വിമർശിച്ചിരിക്കുന്നു. അന്ന് കാർട്ടൂണിസ്റ്റ് ആയിരുന്നു OV വിജയൻ. ഇവർ മാത്രമല്ല, നിരാദ് സി ചൗധരി, RK ലക്ഷ്മൺ, മക്ബൂൽ മൊയ്തീൻ, ഫായിസ് അഹമ്മദ് ഫായസ്, അഹീർ ലുധിയാൻവി, VS നൈപ്പാൾ, അങ്ങനെ എത്രയോ പേർ നെഹ്റുവിനെ മൊത്തമായും ചില്ലറയായും വിമർശിച്ചിരിക്കുന്നു. എന്നാൽ പിണറായി വിജയനെതിരെ ആർക്കും ഒരു വിമർശനവുമില്ല. ഒരു വരി 10 വർഷത്തിനിടയിൽ എവിടെ? 80 കഴിഞ്ഞ ഒരു വൃദ്ധന് 3.5 കോടി ജനങ്ങളെ ഭയപ്പെടുത്തി കേരളം മുഴുവൻ റോബോട്ട് പോലെ നടക്കാൻ ഇവർ മൗനാനുവാദം കൊടുത്തു. ഇനിയും അത് അനുവദിക്കണോ? ജനാധിപത്യത്തിൽ എല്ലാവർക്കും ഒരു വോട്ടാണ്. പിണറായി വിജയനും ഒരു വോട്ട് തന്നെ. വോട്ടർമാർ സമ്മതിദാനാവകാശം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏകാധിപതിയാകാനല്ല, എന്തും ചെയ്യാനുള്ള അധികാരവുമല്ല. പക്ഷെ അദ്ദേഹം ട്രാക്ക് മാറിപ്പോയി. ജാഗ്രതയില്ലാത്ത പൊതു സമൂഹം അതിനെ അനുവദിച്ചു. ട്രാക്ക് മാറിപ്പോയ ഏകാധിപതിയെ താഴെ ഇറക്കി ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മലയാളികളോടൊപ്പം നിൽക്കുന്നത് തന്നെ എത്രയോ അഭിമാനകരമായ നിലപാടാണ്. ആ സമയം BJPയെ മാത്രം തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന നഗ്നമായ എസ്കേപ്പിസമാണ്. നിങ്ങളുടെ പ്രശ്നം ഇവിടെ ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ഗോത്ര സങ്കല്പത്തിൽ നിങ്ങൾ രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അതാണ് പ്രശ്നം. ഇൻ ഗ്രൂപ്പ് ഫേവറിസമാണ് നിങ്ങൾക്ക് സ്വന്തം ഗ്രൂപ്പിലുള്ളവരോടുള്ള സ്നേഹം. ഗോത്രത്തെ തള്ളി പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഗോത്രീയതയിൽ നിന്ന് പുറത്തു വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരം വിളിക്കും. എന്നിട്ട് നിങ്ങൾ പറയും വേക്കപ്പ് കേരള എന്ന്. ഇദ്ദേഹം BJP പക്ഷത്ത് നിന്നിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ.